ആ വാസു സർവീസ് ചെയ്തിരുന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. 5 പൈസ മേടിക്കാത്തതാണ്. ഫയലിൽ ഒപ്പിട്ട് പോയതുകൊണ്ട് ഇത് അകത്ത് കിടക്കല്ലേ. അവർ ചേർത്തലക്കാരിൽ തന്നെ ഉണ്ട് ഒരു പിന്നെ DGP ശങ്കർനാഥ്, ഒരു ശുദ്ധനും പാവമാണപ്പാ. അകപ്പെട്ടു പോയി. അവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതലും. ആ ഉദ്യോഗസ്ഥന്മാരും ചില പ്രമുഖരതിനകത്തുണ്ട്. ഫയലെല്ലാം കൊണ്ടില്ലപ്പോൾ എല്ലാവരും ഒപ്പിടുമ്പോൾ താഴെ ഇവരും കയറി ഒപ്പിടും. ഇവർ അകപ്പെട്ടു പോയില്ലേ. അവർക്ക് വേണ്ടി പറയാൻ ആരുണ്ടോ? ഈ പറയുന്ന ചേർത്തലക്കാരനായ ആ ദാസു ഒരാളോട് 5 പൈസ മേടിച്ച് ചരിത്രമില്ല. ഈ വാസു 5 പൈസ മേടിച്ച് ചരിത്രം സർവീസ് അങ്ങനെ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഇവിടുത്തെ എക്സൈസ് മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് എത്രയോ കോടികളുണ്ടാകായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അവർക്കൊക്കെ വേണ്ടി പറയാൻ ആരുമില്ല താനും. പക്ഷെ തന്ത്രിക്ക് വേണ്ടി പറയാൻ ഇപ്പോൾ എല്ലാവരും അടങ്ങി ഒരു തന്ത്രി ഭക്തന്മാരാണ് ഇപ്പോൾ മുഴുവനും. ഇതെല്ലാം ഇലക്ഷൻ വരെ ശബരിമലയും തന്ത്രിയും ഉള്ളപ്പോൾ അത് കഴിഞ്ഞാൽ തന്ത്രിയും ചത്ത് ശബരിമലയും പോയി. അവരെല്ലാം പാവങ്ങൾ ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച്. കട്ടവനുണ്ട്. അവർക്ക് എല്ലാ ജനങ്ങൾക്ക് തന്നെ അറിയാം കട്ടവന്. അവിടെ ഇരുന്ന് കക്കണവരാരാ? ഒരു വിഭാഗം ഇങ്ങനെ കട്ടുപിടിച്ചിട്ട് സ്ഥിരം ഇരിപ്പുണ്ട്. പുതിയ സൃഷ്ടിക്കാൻ ഈ പ്രതിപക്ഷ നേതാവിന് ഒരു കാരണവശാലും സാധിക്കില്ല. വലിയ തല കാണിച്ച് നല്ല ചിരിയും ചിരിച്ച് നല്ല വാൾപോഷും വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരു കണി ഇതിൻ്റെ പിന്നിലെല്ലാം നിൽക്കുന്നവരാണ് വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. അവരാണ് എൻ്റെ ബുദ്ധി. ഈ ഓഡിയൻസും ഈ വാൾപോഷും നിങ്ങൾ കേരള ചരിത്രത്തിൽ ഇത്രയും നാളായിട്ട് കോൺഗ്രസ് അങ്ങനെ പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ബുദ്ധിയും ശക്തിയും മണി പവറും എല്ലാം ആരാണ്? വേണുഗോപാലിൻ്റെ. അദ്ദേഹം തന്നെ ഞങ്ങൾ തമ്മിൽ ചക്കരയും പീരമ്പയിലും നടന്നല്ലേ പറവൂര്. ഞാനവിടെ ചെല്ലുന്ന എല്ലാ യോഗത്തിലും ഇദ്ദേഹം വരത്തില്ല. ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വരുന്നത് ഞങ്ങൾ ക്ഷണിക്കുമായിരുന്നല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ താൻ ആരാണ്ടാണെന്നൊരു തോന്നൽ അങ്ങോട്ട് കയറി. പുള്ളി പ്രതിപക്ഷ നേതാവായ പുള്ളിയാണ് തവള വീർത്ത പോലെ അങ്ങോട്ട് വീർത്ത് ഇത് മാക്കെന്നും പറഞ്ഞ് പിന്നെ പറയാൻ തുടങ്ങി. പിന്നെ ആരോടും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതായി. എന്തും പറയാന്നേ ഒന്നുമില്ല. ഞാനതെല്ലാം മറന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു തിരുവനന്തപുരത്ത് ഒരു കല്യാണത്തിന് വെച്ച് എന്നെ കണ്ടു. ഞാൻ വീട്ടിലേക്കൊന്ന് വരണം, എനിക്കൊരു വിഷയം. ഞാൻ പറഞ്ഞു നിങ്ങളോട് എനിക്ക് വലിയ വിഷയമുണ്ടോ? കോൺഗ്രസിനോട് എനിക്ക് വലിയ വിഷയമുണ്ട്. പ്രശ്നാധിഷ്ഠമായി ഞാൻ വല്ലതും പറയും എന്നുള്ളതല്ലാതെ എനിക്ക് വിരോധമില്ല. ഞാനൊന്നും വീട്ടിലേക്ക് വരണം. ഞാൻ വന്നോന്ന് പറഞ്ഞു. അല്ല 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിട്ട് പണി. ഇത് എങ്ങനെ നിന്ന് ലീഗിൻ്റെ നാക്കല്ലേ? ലീഗിൻ്റെ നാക്കായിട്ടല്ലേ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത്? കാരണം ലീഗിൻ്റെ നാക്കായി നിൽക്കുന്ന കാര്യം കോൺഗ്രസിനകത്ത് ഒരു സപ്പോർട്ടും ഇല്ല. കോൺഗ്രസ്സുകാർക്കെല്ലാം അവജ്ഞയാണ്.